ഏകമ്പര യേശുക്രിസ്ത്യൻ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന യോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. യോബിൻ്റെ പുസ്തകം 42 അധ്യായമുണ്ട്. 42 അധ്യായത്തിൽ നിന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് യോബ് യഹോവയോട് ഉത്തരം പറഞ്ഞത്, നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ യോബിനോട് ദൈവം പറയുക, യോബിൻ്റെ ജീവിതത്തിൽ കഷ്ടനഷ്ട ശോധനകളൊക്കെ ഉണ്ടായി. അത് ദൈവം അറിഞ്ഞുണ്ടായതാണ്. എന്നാൽ അതിന് നല്ല കർത്താപ്പച്ചൻ യോബിന് വിടുതൽ നൽകി കൊടുത്തു. യോബ് നിഷ്കളങ്കനും നീതിമാനും ദോഷം വിട്ടാകുന്നവനും ഭക്തനുമായിരുന്നു. യോബ് നല്ലപോലെ പ്രാർത്ഥിക്കുന്ന ആളുമായിരുന്നു. യോബിൻ്റെ ജീവിതത്തിലുണ്ടായ പ്രയാസത്തിൽ നിന്ന് യോബിനെ ദൈവം തമ്പുരാൻ വിടുവിച്ചു. യോബിന് നഷ്ടപ്പെട്ടെങ്കിൽ അതിനെല്ലാം ഇരട്ടിയായിട്ട് ദൈവം തമ്പുരാൻ കൊടുക്കുകയാണ് ചെയ്തത്. നിനക്ക് സകലവും കഴിയുമെന്ന് നിൻ്റെ ഉദ്ദേശ്യമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. യഹോവയോട് പറയുന്ന കാര്യമാണ്. അറിവ് കൂടാതെയും ആലോചന മറിച്ച് കളയുന്നവൻ അങ്ങനെ എനിക്ക് അറിഞ്ഞുകൂടാതെ കൊണ്ട് അത്ഭുതം വേറെ ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു പോയി. കേൾക്കണമേ, ഞാൻ സംസാരിക്കും, ഞാൻ നിന്നോട് ചോദിക്കും, എന്നെ ഗ്രഹിപ്പിക്കണമേ. അപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ ഗ്രഹിപ്പിച്ച് തരണമേ എന്നൊക്കെ യോബ് പറയുകയാണ്. ഞാൻ നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ, ഇപ്പോഴും എൻ്റെ കണ്ണാൽ നിന്നെ കാണുന്നു. അപ്പം കണ്ണാൽ നിന്നെ കാണുന്നു, അതാണ് യോബ് പറയുന്നത്. ആകയാൽ ഞാൻ എന്നെ തന്നെ വെറുത്തു പൊടിയിലും ചാരത്തിലും കിടന്ന് അനുദപിക്കുന്നു. പൊടിയിലും ചാരത്തിലും ഒക്കെ കിടന്ന് അനുദപിക്കുന്ന ആ ടൈമുകളിലെല്ലാം കർത്താവിനെ യോബ് മുറുകെ പിടിച്ചു. അതാണ് യഹോവ ഈ വചനങ്ങൾ യോബിനോട് അരുളി ചെയ്ത ശേഷം യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളി ചെയ്തത്. അപ്പം യഹോവ തേമാന്യ എലീഫസിനോട് അരുളി ചെയ്തത്, നിന്നോട് നിൻ്റെ 2 സ്നേഹിതന്മാരോട് എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. അപ്പോൾ എലീഫസും തോഫാസ് ഇവരുടെ സ്നേഹിതന്മാരായിരുന്നു. അപ്പം അവരോട്, എൻ്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായി സംസാരിച്ചിട്ടില്ല. ആകയാൽ നിങ്ങൾ 7 കാളയെയും 7 ആട്ടുകൊറ്റിനെ എൻ്റെ ദാസനായ യോബിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം കഴിക്കണം. പ്രായശ്ചിത്തമായിട്ട് ഹോമയാഗം കഴിക്കണമെന്നാണ് പറഞ്ഞത്. സ്നേഹിതന്മാർ പോലും യോബിനെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതൊക്കെ യഹോവ കേട്ടുകൊണ്ടാണ് ഇരുന്നത്. എൻ്റെ ദാസനായ യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ ഹോമയാഗം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യോബ് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ യോബ്, ഞാൻ അവൻ്റെ മുഖം ആദരിച്ച് നിങ്ങളുടെ മൂഢതയ്ക്ക് തക്കോളം നിങ്ങളോട് ചെയ്യാതിരിക്കും. നിങ്ങൾ ചെയ്തതിനനുസരിച്ച് നിങ്ങളോട് ഒന്നും ചെയ്യാതിരിക്കും. എൻ്റെ ദാസനായ യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായി സംസാരിച്ചിട്ടില്ലല്ലോ. അങ്ങനെ തേമാന്യനായ എലിഫസും ശൂഹിനായ ബിൽദാദും നയമാത്യനായ സോഫറും ചെന്ന് യഹോവ തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തു. ഇവരൊക്കെ 3 സ്നേഹിതന്മാരായിരുന്നു. യഹോവ യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, കുടുംബത്തിനെ മൊത്തം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ ഇവരിതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി കണ്ടു. അന്ന് അങ്ങനെ അവരെ കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യിപ്പിച്ച് അതിന് ശേഷമാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തിയത്. അവസാനം സ്നേഹിതന്മാരെ വിട്ട് ഹോമയാഗം കഴിക്കുകയും അപ്പോൾ സ്നേഹിതന്മാരോട് യോബ് ക്ഷമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ 42 സങ്കീർത്തനം നമ്മൾ യോബിന് എല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തു. അത് നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ദൈവം ഏറ്റവും അവസാനം ചെയ്ത കാര്യം അങ്ങനെ, യഹോവ യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഈ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തിട്ടുണ്ട്. ഞാൻ ബൈബിളിനെ ആസ്പദമാക്കിയാണ് പറയുന്നത്. ഭേദം വരുത്തി. മുമ്പുണ്ടായി യഹോവ അവൻ്റെ സകല സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെ അവൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. അവനോടുകൂടെ നേരത്തെ ഉണ്ടായിരുന്നവരൊക്കെ വന്ന് ഭക്ഷണം കഴിച്ചു. അപ്പോൾ യോബ് ഏത് സ്ഥിതിയിലേക്ക് പോയതാണെന്ന് ഓർക്കണം. ആ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തി. അവസാനം സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു യോബ്. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിയോഗമായിരുന്നു. ഇതൊക്കെ സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവന്
ഓരോ പൊന്നാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു. കണ്ടോ, വന്നവരൊക്കെ പൊന്നാണ്യവും കൊടുത്തു, പൊന്മോതിരവും കൊടുത്തു. പൊന്മോതിരം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ പഴയ കാലത്തൊക്കെ ഭയങ്കര പൊന്മോതിരം എന്നൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ ഭയങ്കര പ്രസക്തിയുള്ള കാര്യങ്ങളാണ്. സാധാരണ കാണിച്ച് അവൻ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവനൊരു പൊന്നാണ്യവും ഓരോ പൊന്മോതിരവും കൊടുത്തു. ഇങ്ങനെ യഹോവ ഇയ്യോബിൻ്റെ പിൻകാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചുകൊണ്ടാണ് നേരത്തെ ജീവിച്ചതിനെക്കാട്ടിലും നല്ലതായിട്ടാണ് ഒന്നുകൂടെ ജീവിക്കാൻ സാധിച്ചു. എല്ലാം ഇരട്ടിയായിട്ട് കൊടുത്തെന്നുള്ളതാണ്. അതുപോലെ 7 പുത്രന്മാരും 3 പുത്രിമാരും പിന്നെയും ഉണ്ടായി. ഈ മൂത്തവൾക്ക് അവൻ എമീമ എന്നും രണ്ടാമത്തവൾക്ക് കെസിയ എന്നും മൂന്നാമത്തവൾക്ക് കേരൻ ഹപ്പൂക്ക് എന്നും പേര് വിളിച്ചു. ഇയ്യോബിൻ്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ആ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. അവരുടെ അപ്പൻ അവരുടെ സഹോദരന്മാരോടുകൂടി അവർക്ക് അവകാശം കൊടുത്തു. അതിൻ്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. ഉണ്ടോ, ഇയ്യോബ് പെമ്മക്കളെയും ആമക്കളെയും ഒരുപോലെ സ്നേഹിച്ചു. അവൻ മക്കളുടെ മക്കളെ 4 തലമുറയോളം കണ്ടു. അങ്ങനെ ഇയ്യോബ് ഒരുത്തനും കാലസമ്പന്നം. അപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പം മക്കളെ, മരുമക്കളെ, കൊച്ചുമക്കളെ, അവരുടെ മക്കളെയൊക്കെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുന്നത്, അത് വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്താൽ ഓരോരുത്തരെയും ദൈവം തമ്പുരാൻ നിറയ്ക്കട്ടെ. നിങ്ങൾക്കൊക്കെ വാർദ്ധക്യത്തിലും കർത്താപ്പച്ചൻ കൂടിയിരിക്കും, യൗവനത്തിലും കൂടിയിരിക്കും, ശൈശവത്തിലും കൂടിയിരിക്കും, അതാണ് മധ്യപ്രായത്തിലും കൂടിയിരിക്കും ദൈവം തമ്പുരാൻ. നിങ്ങളെല്ലാം ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. നമ്മളിന്ന് പറഞ്ഞത് ഇയ്യോബിനെ കുറിച്ചാണ് പറഞ്ഞത്. എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എന്നെ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തുന്നു. ഗോഡ് ബ്ലെസ് യു.